എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലേക്ക് പാറയും പാറ ഉൽപ്പന്നങ്ങളായ മെറ്റൽ, എംസാൻഡ്, പീസാൻഡ്, പാറപ്പൊടി എന്നിവ ഇനി കയറ്റി അയക്കേണ്ട എന്ന തമിഴ്നാട് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതിനാവശ്യമായ ഓർഡർ തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട് ജിയോളജി ഡയറക്ടർക്ക് നൽകി കഴിഞ്ഞു. ഈ കാര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെയും തമിഴ്നാട് ഗവൺമെൻറ്റിനെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതെന്നാ, കേരളത്തിലോട്ട് വരുന്ന സാധനങ്ങൾക്ക് തമിഴ്നാട് ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്തിയതിന് അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അതിൻ്റെ കാര്യം പറയാം. കേരളത്തിൽ ഒരു വാർഡിൽ ഏതാണ്ട് 1000-ഓളം ആളുകളുണ്ടെന്നാണ് വെപ്പ്. ചിലപ്പോൾ ഇച്ചിരി മുകളിലോട്ട് കാണും, ഇച്ചിരി താഴോട്ട് കാണും. ഈ 1000 ആളുകളിൽ 20 പേരെങ്കിലും ഒരു വാർഡിൽ മേസ്തിരി പണിക്കാരുണ്ട്, ഒരു 50 പേരെങ്കിലും മൈക്കാട് പണിക്കാരുണ്ട്, ഒരു 10 പേരെങ്കിലും ഇലക്ട്രീഷ്യന്മാരുണ്ട്, ഒരു 10 പേരെങ്കിലും പെയിൻറ്റർമാരുണ്ട്, ഒരു 10 പേരെങ്കിലും ടൈൽസ് പണിക്കാരുണ്ട്, ഒരു 5-6 പേര് ആശാരിമാർ കാണും, ഒരു 10 പേരെങ്കിലും വാർക്ക തൊഴിലാളി യൂണിയനിൽപ്പെട്ടവർ കാണും. ഇതുകൂടാതെ വെൽഡർമാരുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ജോലിക്കാർ കാണും. അതായത് നമ്മൾ കണക്ക് കൂട്ടുമ്പം ഒരു വാർഡിൽ ഒരു 100 മുതൽ 125 വരെ ആളുകൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. ഇനി അവരുടെ വീട്ടിലൊരു 5 പേരെ വെച്ച് കൂട്ടിയാൽ ഒരു 500 മുതൽ 600 വരെ ആളുകൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒരു വാർഡിൽ. ഇതിൻ്റെ പുറത്ത് ടിപ്പർ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, പിക്കപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, പെട്ടി ഓട്ടോറിക്ഷക്കാർ അതിൻ്റെ ഡ്രൈവർമാരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം ജോലിക്കാർ നമ്മുടെ ഓരോ വാർഡുകളിലും ഉണ്ട്. ഇനി അതിലധികമുള്ള ചില കണക്കുകൾ പറയാം. കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മടുക്ക, പനക്കച്ചിറ, കോരുത്തോട്, കുഴിമാവ്, പുഞ്ചവയൽ, പാക്കാനം, 504 കോളനി ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു വീട്ടിൽ ആ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ മേസ്തിരിമാരാണെന്നുള്ളത് അസത്യം. ഇനി കടുത്തുരുത്തി കുറവിലങ്ങാട് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറുപ്പന്തറ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ മെയിൻ DR പണിക്കാർ ആ ഏരിയയിലുള്ളവരാണ്. ഇനി ഏറ്റുമാനൂർ, കുമരകം സൈഡിലൊക്കെ ധാരാളം ആളുകൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. ഇടുക്കി ജില്ലയിലാണെങ്കിൽ കണയങ്കവയൽ, പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി, ഏലപ്പാറ, വാഗമണ്ണ്, പുള്ളിക്കാനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം നിർമ്മാണ മേഖല തൊഴിലാളികളുണ്ട്. ഇനി എറണാകുളം, ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരുടെ എല്ലാം ജോലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മേസ്തിരി, അല്ലെ പെയിൻറ്റർ, അല്ലെ പ്ലംബർ, അങ്ങനെയുള്ള ആളുകൾ. ഇത് ധാരാളം ആളുകളാണ് ആ ജില്ലകളിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ധാരാളം പണിക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും മേസ്തിരിമാർ പോകുന്നത് തന്നെ തിരുവനന്തപുരം ജില്ല എന്നാണ്. ഇതുപോലെ വടക്കൻ മേഖലയിലൊക്കെ അങ്ങനെയാണ്. ഇനി ഇതിനകത്തൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിർമ്മാണ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഒന്നെങ്കിൽ CA2 അല്ലെങ്കിൽ CA2 അനുഭാവികളാണ്. ഇവരുടെ എല്ലാം വയറ്റ തടി കിട്ടുന്ന ഒരു നടപടിയാണ് തമിഴ്നാട് ഗവൺമെൻറ് എടുത്തത്. ഇനി ഇതിൻ്റെ ഒരു കണക്ക് നോക്കാം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കേരളത്തിലുണ്ട്. 3,205 മുനിസിപ്പാലിറ്റി വാർഡുകൾ കേരളത്തിലുണ്ട്. 421 കോർപ്പറേഷൻ വാർഡുകൾ കേരളത്തിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20,963 വാർഡുകളുണ്ട്. ഏതാണ്ട് 21 ലക്ഷത്തോളം സാധാരണക്കാരുടെ ജീവിതമാണ് ഈ നിർമ്മാണ മേഖല, ഈ വാർഡുകളിലുള്ളവരുടെ. ഇനി അവരുടെ കുടുംബാംഗങ്ങളോട് കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1,21,00,000 വേണ്ട 1.25 കോടി ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഇപ്പം വഴിമുട്ടാൻ പോകുന്നത്. കാരണം എന്നാ? നിർമ്മാണ മേഖലയിലോട്ടുള്ള അടിസ്ഥാന വസ്തുക്കൾ ഇല്ല. ഇനി ഇതുകൂടാതെ നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന സിമെൻറ്റ് കടയിൽ പ്രശ്നം വരും, കമ്പിക്കടയിൽ പ്രശ്നം വരും, ഹാർഡ്വെയർ കടയിൽ പ്രശ്നം വരും, പ്ലംബിംഗ് കടയിൽ പ്രശ്നം വരും, ഇലക്ട്രിക്കൽ കടയിൽ പ്രശ്നം വരും, സിമെൻറ്റ് കട്ട ഉണ്ടാക്കുന്ന യൂണിറ്റുകളിൽ പ്രശ്നം ഉണ്ടാകും. എന്തിനേറെ, ഹോട്ടലുകളിൽ കച്ചവടം കുറയും, ബേക്കറികളിൽ കച്ചവടം ഇല്ലെന്നാകും, പലചരക്കടകളെ ഇത് ബാധിക്കും, പച്ചക്കറി കടകളെ ഇത് ബാധിക്കും, കോഴിക്കടകളെ ബാധിക്കും, സർക്കാരിനെ ബ്രാൻഡി കടകളിൽ ബാധിക്കും, ബാറുകളെ ബാധിക്കും, മുറുക്കാൻകട, സിഗരറ്റ്, വീടി, സകല മേഖലയെ ഇത് ബാധിക്കും. അപ്പോൾ ഈ സകല മേഖലയെയും ഈ ബാധിക്കുന്ന ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കോടിയിലധികം ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിൽ കളിച്ചതാരാണ്? ഒരു സംശയവും വേണ്ട. മൈനിങ് ആൻഡ് ജിയോളജിയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വലിയ പുള്ളികളുമാണ് ഇതിനകത്ത് കളിച്ചെന്നുള്ളത് ഉറപ്പാണ്. ഇതിനകത്ത് കളിച്ചവൻ്റെ പേരൊക്കെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പക്ഷേ അത്രയും അങ്ങോട്ട് പരസ്യമായിട്ട് പറയുന്നില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ 1000-ൽ താഴെ വരുന്ന ഉദ്യോഗസ്ഥന്മാരും ചില മന്ത്രിമാരും ഒക്കെ കൂടെ ചേർന്നുള്ള
വിങ്ങാണ് ഈ കളി കളിച്ചത്. കേരളത്തിലെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൊള്ളയൊന്ന് തിരിച്ചറിയണം. കേരളത്തിൽ പാറ ഇല്ലാഞ്ഞിട്ടാണോ തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കേണ്ടി വന്നത്? കേരളത്തിൽ ഏതാണ്ട് 14,500-ലധികം പാറമടകൾ പൂട്ടിച്ചു കളഞ്ഞു. പൂട്ടിച്ചതിനൊക്കെ പല പല നിയമപ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. നിയമം ഇഴകീറി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയല്ലോ. പരിസ്ഥിതിയുടെ അനുമതിയില്ല. ഈ പരിസ്ഥിതിയുടെ അനുമതിയുള്ള ഏതാണ്ട് 1000 താഴെ മടകൾക്ക് പരിസ്ഥിതിയുടെ അനുമതി കിട്ടിക്കിടപ്പുണ്ട്. അതും തുറക്കാൻ ഇവന്മാർ സമ്മതിക്കല. ആരാ സമ്മതിക്കാത്തത്? മൈനിങ് ജിയോളജി വകുപ്പാണ് ഇതിനകത്തെ പ്രധാന കളി കളിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്ന കഴിഞ്ഞ ഗവൺമെൻറ്റിലും ഒക്കെയുള്ള ആളുകൾ ഇതിനകത്ത് നല്ല മാന്യമായിട്ട് കളിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രവൃത്തി മൂലം ഇപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? സംസ്ഥാനത്ത് മുന്നോട്ട് ഒരു കാര്യവും നടക്കാത്ത ഒരു അവസരമുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനമെടുത്ത് 2 ദിവസം കൊണ്ട് ഇത് വരവങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ, ഈ മണലും മെറ്റലും ഒക്കെ പാറപ്പൊടിയും പാറയൊക്കെ വരുന്ന പരിപാടി അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കളി അവിടെ നിൽക്കും. കേരളത്തിലെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, അങ്ങേരുടെ കയ്യിലുള്ളതാണ് ഈ മൈനിങ് വകുപ്പ്. പിന്നെ മുഖ്യമന്ത്രിയോടും കൂടെ ചോദിക്കട്ടെ, കേരളത്തിൽ പാറ ഇല്ലാഞ്ഞിട്ടാണോ ഇത് സംഭവിച്ചത്? ഈ മൈനിങ് ആൻഡ് ജിയോളജിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ചേർന്ന് കളിച്ചിട്ടല്ലേ ഇത് സംഭവിച്ചത്? ഞാൻ ഗവൺമെൻറ്റിനോട് പറയാൻ ആഗ്രഹിക്കുക, ഈ ഗവൺമെൻറ്റിനോട്, തമിഴ്നാട് മുഖ്യമന്ത്രി പുതുതായിട്ട് അധികാരത്തിൽ വന്നപ്പം അവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ മന്ത്രി എന്ന് പറഞ്ഞാൽ വ്യവസായ മന്ത്രി, അയാൾ ഇതുവരെ ഓഫീസിൽ കയറി ഇരുന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. മാസ്കും വെച്ച് സകല സ്ഥലത്തൂടെ നടക്കുക അന്വേഷണങ്ങൾക്ക് വേണ്ടി. ഓരോ സ്ഥലത്തും ചെന്ന് ഓരോരോ അഴിമതികൾ കണ്ടുപിടിച്ചപ്പോൾ 3000-ലധികം അനധികൃത കോറികൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി പൂട്ടിച്ചു. ബാക്കിയുള്ളതിനകത്തെല്ലാം ഈ കേരളത്തിലോട്ടൊക്കെ ഇത് കൊണ്ടുവരുന്നതിനകത്ത് 100 കണക്കിന് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലായതുകൊണ്ട് അങ്ങേര് വിജയെ അറിയിച്ച് കാണും മുഖ്യമന്ത്രിയെ. അതുകൊണ്ട് പറഞ്ഞ് അങ്ങ് നിരോധിച്ചാക്കാൻ പറഞ്ഞു. പരിപാടി തീർന്നോ? എനിക്കറിയാവുന്ന ഒരു കോറി ഉടമസ്ഥൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കാതെ ഇത് നടത്താമെങ്കിൽ ഇന്നുള്ളതിൻ്റെ പകുതി വിലയ്ക്ക് ഈ പാറ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ വിൽക്കാം എന്ന് പറഞ്ഞാൽ 6000 രൂപയ്ക്ക് കിട്ടുന്ന 150 CFT അളവുള്ള ഈ മസ്ത ഐഷർ ടിപ്പറുകളിൽ 6000 രൂപ വിലയ്ക്ക് വരുന്ന കല്ല് 3000 രൂപയ്ക്ക് തരാമെന്ന്. നിങ്ങൾക്ക് വേണോ 3000 രൂപയ്ക്ക്? അത് 3/4 ഇഞ്ച് മെറ്റൽ 50 രൂപ മുതൽ 60 രൂപ വരെ വിലയുള്ളത് കുബിക്കടിക്ക് 25 രൂപ മുതൽ 30 രൂപ വരെ വിലയ്ക്ക് തരാമെന്ന്. നിങ്ങൾക്ക് വേണോ അത്? എംസാൻഡ് 60 രൂപ മുതൽ 70 രൂപ വരെ വിലയുള്ളത് 30 രൂപ മുതൽ 35 രൂപ വരെ വിലയ്ക്ക് തരാമെന്ന്. നിങ്ങൾക്ക് വേണോ? പീസാൻഡ് 65 രൂപ മുതൽ 75 രൂപ വരെ വിലയുള്ളത് 32.5 രൂപ മുതൽ 37 രൂപ വരെ വിലയ്ക്ക് തരാൻ നിങ്ങൾക്ക് എന്ന്. ഇത് വേണോ? ഇങ്ങനെ കിട്ടിയാൽ ഗുണം എന്താണെന്നറിയാമോ? നിർമ്മാണങ്ങളുടെ റേറ്റ് പകുതിയായിട്ട് കുറയും, വീടുകളുടെ നിർമ്മാണത്തുക പകുതിയായിട്ട് കുറയും, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തുക പകുതിയായിട്ട് കുറയും, റോഡുകളുടെ നിർമ്മാണത്തുക പകുതിയായി കുറയും, പാലങ്ങളുടെയും കലുങ്കുകളുടെയും നിർമ്മാണത്തുക പകുതിയായി കുറയും. ഈ സാധാരണക്കാർ പണിയുന്ന ലൈഫിൻ്റെ വീടിന് കൊടുക്കുന്ന 6 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ ആ വീട് പണി തീരുന്നില്ല. കാരണം എന്നാ, മെറ്റീരിയൽസ് എല്ലാം മേടിക്കുമ്പോൾ തന്നെ പൈസ തീരും. അങ്ങനത്തെ വീടുകളും ഈ 6 ലക്ഷം രൂപ കൊണ്ട് തീരും. എന്ന് പറഞ്ഞാൽ എവിടെയും അത് ലാഭം മാത്രം. സർക്കാരിലേക്ക് കോടികൾ റോയൽറ്റി ആയിട്ട് വരും, പിന്നെ GST ആയിട്ട് വരും. ഈ മടകളെല്ലാം കൂടി അങ്ങ് തുറക്കുമ്പോഴത്തേനും വാഹന മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകും. ചെറുപ്പക്കാർക്കൊക്കെ ധാരാളം പണി കിട്ടും. ഡ്രൈവറായിട്ടൊക്കെ ടിപ്പർ, JCB, ഹിറ്റാച്ചി ഇങ്ങനെയുള്ള സകല സാധനങ്ങളും വിൽക്കുന്ന മേഖലയിൽ ഒരു ഉണർവുണ്ടാകും. തമിഴ്നാട്ടിലുണ്ടായതുപോലെ ഒരു വലിയ വ്യാവസായിക കുതിപ്പ് കേരളത്തിലുണ്ടാകും. നഷ്ടമുണ്ടല്ലോ. ഞങ്ങൾ പല വീഡിയോകളിൽ പറയുന്നത് പോലെ 1000-ൽ താഴെ വരുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളയടിയിൽ മാത്രമേ കുറവ് വരുള്ളൂ. അവർക്ക് ശമ്പളത്തിലോ പെൻഷനിലോ ഒരു കാര്യത്തിലും കുറവ് വരികയില്ല. ഈ 1000-ൽ താഴെ വരുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്ന കോക്കസ് ആണോ നിലവിലുള്ള ഗവൺമെൻറ്റിന് വലുത്, അതോ ഇവിടുത്തെ ജനവും മലയാളിയുടെ ഭാവിയുമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തമിഴ്നാട് അങ്ങ് നിരോധിച്ചു, കേരളം എന്നാ കാണിക്കും? കേരളത്തിൽ ആകെ ഏതാണ്ട് 400ഓളം പാറമടകളേ ഉള്ളൂ. അതേസമയത്ത് അടിയന്തരമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 1000-ൽ താഴെ ഉള്ള മടകൾക്ക് പരിസ്ഥിതിയുടെ അനുമതി കിട്ടിയത് കിടപ്പുണ്ട്. പേപ്പർ കൊടുത്താൽ 15 ദിവസം കൊണ്ട് അവർ തുടങ്ങും. അന്നേരത്തേനും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം.
ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ മേടിക്കാം എന്ന് ചിന്തിക്കേണ്ട. നിലവിലുള്ളത് തുറക്കാൻ അല്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാനുള്ള ആർജവം ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ടോയെന്നുള്ള ചോദ്യം ഞാൻ ചിന്തിക്കായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഇലക്ഷൻ ഒരുമിച്ചാണ് നടന്നത്. ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാഞ്ഞ തമിഴ്നാട്ടിൽ വളരെ പെട്ടെന്ന് ഗവൺമെൻറ് ഉണ്ടാക്കി. കേരളത്തിൽ ആടി ഒലഞ്ഞ് കുറച്ച് ദിവസം നിന്നിട്ട് അലമ്പും മഴക്കും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഗവൺമെൻറ് ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ ഒരു പരിചയവും ഇല്ല. പുതിയ MLA മാർ, പുതിയ മന്ത്രി, പുതിയ മുഖ്യമന്ത്രി. കേരളത്തിൽ 25 വർഷം MLA ആയിട്ടിരുന്നയാൾ മുഖ്യമന്ത്രി, അതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഇവരെല്ലാം കൂടെ കയറി കഴിഞ്ഞിട്ടും കേരളത്തിൽ ഇങ്ങനെ ടോർച്ചിൻ്റെ വെളിച്ചം കാണുമ്പം അല്ലെ വെടിക്കാരൻ്റെ വെട്ടം കാണുമ്പോൾ കുറുക്കൻ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. എന്നാ ചെയ്യേണ്ടത് അറിയാൻ മേലാതെ. എന്നാൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചുകൊണ്ടോ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത് ഓരോ ദിവസവും. അപ്പം ഞാൻ ഓർത്തു, നിലവിൽ പരിചയമൊന്നും ഇതിനകത്തൊരു കാര്യമില്ല, ഇത് ചെയ്യാനുള്ള ആർജവം ഉണ്ടോ എന്നുള്ളതാണ്. സ്കൂളുകളിൽ രാഷ്ട്രീയം അങ്ങോട്ട് നിരോധിച്ചു. അനങ്ങാൻ പറ്റിയ ഒരുത്തനും കോടതിയിലും പോയില്ല, ഒരിടത്തും പോയുമില്ല. കാര്യം നടന്നു. കുട്ടികൾ പഠിച്ചാൽ മതി, രാഷ്ട്രീയം കളിക്കേണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ ധൈര്യമുണ്ടോ? കേരളത്തിൽ നടക്കുകയില്ല. അപ്പോൾ ഇത് ഓരോരോ കാര്യം ചെയ്യാൻ ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഗവൺമെൻറ്. കണക്കും പ്രകാരം അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വെളിവും വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഇപ്പം വിജയുടെ സൈഡിലോട്ട് ചെന്നു. അവിടെ മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഇനിയിപ്പം ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയോടും ചോദിക്കുക, നമുക്കിവിടെ നിർമ്മാണങ്ങൾ നടക്കണ്ടേ? നമ്മുടെ ഇവിടുത്തെ റോഡുകൾ ടാർ ചെയ്യണ്ടേ? നമ്മുടെ ഇവിടെ പാലം കലുങ്കും ഉണ്ടാക്കണ്ടേ? ഇവിടെയുള്ള ഏതാണ്ട് 1.25 കോടിയോളം വരുന്ന ആളുകൾക്ക്, ഈ നിർമ്മാണ മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകളും അവരുടെ കുടുംബത്തിനും ഇവിടെ ജീവിക്കണ്ടേ? അതിനുള്ള അവസരങ്ങൾക്ക് നമുക്കിവിടെ ഉള്ളത് നിയമപരമാക്കി മടകൾ തുറന്നു കൊടുക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അത് അവിടെ നിൽക്കട്ടെ. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്തുള്ളത് നിയമപരമായിട്ട് തുറന്നു കൊടുക്കാൻ പറ്റുമല്ലോ. അത് കൊടുക്കാൻ പറ്റുമോ? അതിനി എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ, നിലവിൽ 102 പേര് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചു കൂട്ടി അതിന് പറ്റുന്ന രീതിയിൽ ഒരു ഭേദഗതി ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിച്ച് ഇവിടെ ഇത് ഭംഗിയാക്കി കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? കഴിഞ്ഞ 10 വർഷമായിട്ട് മുതിരയിട്ട് കിടക്കുന്ന സകല മേഖലയും ഒന്ന് തിരിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല? മുഖ്യമന്ത്രിയും എന്തെങ്കിലുമൊക്കെ മിണ്ടണ്ടേ? അങ്ങനെ മിണ്ടി അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി ഈ നാടിൻ്റെ ചലനം സുഗമമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ എടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.